ഇന്ന് നിങ്ങളെല്ലാവരും ഒരു വാർത്ത കണ്ടു കാണും. വാർത്ത എന്ന് പറയുമ്പോൾ ആൺകുട്ടികളെ അവരുടെ പെരുമാറ്റം നന്നായിരിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. അല്ലാതെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ തലയിടണ്ട എന്നുള്ള വാർത്ത. ഇത് ഡൽഹി ഹൈക്കോടതിയിലൊരു കേസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതൊരു വെർഡിക്റ്റ് ഒന്നുമല്ല, ആ വെർഡിക്റ്റ് പറയുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ജഡ്ജി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് തരത്തിലുള്ള മോശം കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് വാർത്തകളുടെ ഒക്കെ കമന്റ് ബോക്സിൽ. സത്യത്തിൽ ഈ ഒരു കാര്യം പറയാന്ന് പറഞ്ഞ വലിയൊരു സംഭവമൊന്നുമല്ല, അല്ലെങ്കിൽ വലിയൊരു സംഭവമാക്കി നമ്മൾ കാണേണ്ട വിഷയമൊന്നുമല്ല. കാരണം ഇതൊക്കെ എന്നോ പറയേണ്ട, അല്ലെങ്കിൽ എന്നോ നമ്മുടെ സൊസൈറ്റിയിൽ വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ എന്നോ ഉണ്ടാവേണ്ടിയിരുന്ന ഒരു കാര്യമാണിത്. നമുക്ക് ഇതിപ്പോൾ വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ സൊസൈറ്റി എടുത്ത് നോക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. പക്ഷെ എന്താ പറയുക, ഇതൊക്കെ നോർമലായിട്ട് പാലിക്കേണ്ട. ഇപ്പോൾ ഒരു റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് ഇടരുത് എന്നൊക്കെ പറയുന്നത് പോലെ സിമ്പിളായിട്ട് ഇരിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ കാണേണ്ട ഒരു വാർത്തയായിരുന്നു ഇത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ എന്താ പറയുക ഇല്ലാത്തത് കൊണ്ട് വലിയൊരു സംഭവമാണ് നമുക്കിതൊക്കെ. ഇപ്പോൾ അതിൻ്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ കമന്റ്സിലൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ അതിലൊന്ന് പ്രധാനമായിട്ട് കണ്ടൊരു കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷന്മാരും ഇതുപോലെ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെ, ആണുങ്ങളും അപ്പം ആണെന്നുണ്ടെങ്കിൽ ഇക്വാലിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആണുങ്ങൾക്കും അങ്ങനെ ധരിച്ചുകൂടെ എന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിനെ ന്യായീകരിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ പെൺകുട്ടികളെ പോലെ തന്നെ ആണുങ്ങളും അവിടെ ഇവിടെ ഒക്കെ എക്സ്പോസ് ചെയ്തിട്ട് ഡ്രസ്സ് ധരിക്കാലോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ ചോദ്യത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളിത് എന്നോ ചെയ്യുന്ന, അല്ലെങ്കിൽ ആൺകുട്ടികളെ എന്നോ ചെയ്യുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ നാട്ടിൽ മുണ്ട് ഉടുത്ത് മടക്കി കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പോസ് ചെയ്യലാണ്. നമ്മുടെ സമൂഹത്തിൽ ബനിയൻ ഇട്ട് നടക്കുക, അല്ലെങ്കിൽ ഉള്ളിലുള്ള ബനിയൻ ഇട്ട് നടക്കുക, ഇതൊക്കെ ഇതിൽ വരുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ എന്നോ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എന്തോ ഒരു സംഭവം പോലെ ആൺകുട്ടികളും ഇനി ഇതേപോലത്തുള്ള വസ്ത്രങ്ങൾ ഇടും, എക്സ്പോസ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എത്രയും വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇന്നിപ്പോൾ ഒരു കേസിൽ ഒരു വെർഡിക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു ജഡ്ജി അത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വിപ്ലവാത്മകമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ നാട്ടിൽ ഈ ഒരു കാര്യം നോർമലായിട്ട്, അതായത് എന്തോ വലിയ സവിശേഷത ഉണ്ട് എന്ന തരത്തിലല്ലാതെ നോർമലായിട്ട് വരേണ്ട കാര്യമാണ്. തിരി കൊളുത്തി വിട്ടിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇതും നോർമലൈസ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത് അങ്ങനെ തന്നെ ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.